അവർ മശിഹയെ കാത്തിരിക്കുന്നവരായിരുന്നു. അതായത് ആത്മീകമായിട്ടുള്ള ഒരു വിശപ്പവർക്കുണ്ടായിരുന്നു. ദൈവം തൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ വിലമതിക്കുന്നവരിലേക്കാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ആമോസ് 3:7 തന്നെ പറയുന്നത്, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ആ ഇടയന്മാർ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടോ അല്ലെ പ്രാർത്ഥിച്ചുകൊണ്ടോ അല്ലെ പാട്ടുപാടിക്കൊണ്ടൊക്കെ ഇരുന്നിരിക്കുക ആ സമയത്ത്. ആ ഇടയന്മാർക്ക് നല്ലൊരു ഗ്രാഹ്യമുണ്ടായിരുന്നു പഴയ നിയമ പ്രവചനങ്ങളെപ്പറ്റി. എന്തായിരുന്നു അത്? അതായത് വരുവാൻ പോകുന്ന ഒരു മശിഹ, ഒരു രക്ഷിതാവ്, ഇസ്രയേൽ എന്ന ജനതയ്ക്ക് ഒരു വിടുതൽ, ഒരു രക്ഷ നൽകുവാൻ ദാവീദിൻ്റെ ലൈനിൽ തന്നെ വരുന്ന ഒരു രക്ഷിതാവ്, ഒരു മശിഹ വരും എന്ന് ഈ ഇടയന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് പെട്ടെന്ന് ലൂക്കോസ് 2:13 നമ്മൾ വായിക്കുന്നത്, വലിയൊരു ദൂതന്മാരുടെ സൈന്യം ആ ദൂതൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതൊക്കെയും അവർ കണ്ടു. അവർ ബൈബിളിൽ മറ്റാരും കാണാത്ത ഒരു കാര്യമാണ് ആ സമയത്ത് കണ്ടത്. സ്വർഗത്തിൻ്റെ ക്വയർ ആ സമയത്ത് രക്ഷയുടെ സന്ദേശത്തെ അനൗൺസ് ചെയ്യുക, പ്രഖ്യാപിക്കുന്നത് അവർക്ക് കാണുവാനും കേൾക്കുവാനും ഇടയായി. മത്തായി 5:6 യേശു പറഞ്ഞത്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ, അവർക്ക് തൃപ്തി വരും.